concept of cruises. So different modes of transportation നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അവരെങ്ങനെ ടൂറിസം ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്തു, അവ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിൽ വഹിക്കുന്ന പങ്കെന്താണ്, അതിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഇൻ പർട്ടിക്കുലർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഹൗ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിൽ വാട്ടർ ട്രാൻസ്പോർട്ട്, വിവിധ ജലഗതാഗത മാർഗങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ക്രൂയിസസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പറയുന്നത്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ക്രൂയിസ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് ഈ ഷിപ്പാണ്, അല്ലെങ്കിൽ ക്രൂയിസ് ഷിപ്പാണ്. സോ ആദ്യം തന്നെ എന്താണ് ക്രൂയിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ട്രാവൽ ബൈ ബോട്ട്, വിസിറ്റ് എ നമ്പർ ഓഫ് പ്ലേസസ് ആസ് ഹോളിഡേ, ടു സ്റ്റേ അറ്റ് ദ സെയിം സ്പീഡ് ഇൻ എ കാർ, പ്ലെയിൻ എക്സെട്ര. സോ ബേസിക്കലി ക്രൂയിസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ട്രാവൽ ബൈ എ ബോട്ട്, ടു വിസിറ്റ് എ നമ്പർ ഓഫ് പ്ലേസസ് ആസ് ഹോളിഡേ. അതായത് നമുക്ക് കിട്ടുന്ന ഹോളിഡേയ്സ് അല്ലെങ്കിൽ വിശ്രമവേളകൾ ആസ്വാദികരമാക്കൽ അല്ലെങ്കിൽ ആനന്ദകരമാക്കാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്യുന്നു, എന്നിട്ട് ഡിഫറെൻറ്റ് പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിംപ്ലി ഏതെങ്കിലും ഒരു വാഹനത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിനെയൊക്കെ നമുക്ക് ക്രൂയിസിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രൂയിസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഷിപ്സാണ്. ഈ ക്രൂയിസ് എന്ന് പറയുന്ന ഈ വേർഡ് തന്നെ നമുക്ക് പരിചിതമാവുന്നത് ക്രൂയിസ് ഷിപ്സിൻ്റെ അല്ലെങ്കിൽ ക്രൂയിസ് ഷിപ്സുകളുടെ ഫെമിലിയാരിറ്റി കൊണ്ടാണ്. റൈറ്റ്, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ക്രൂയിസ് ഷിപ്പിലെ യാത്ര എന്ന് പറയുന്നത്. പലപ്പോഴും അത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല, ഇന്നും അന്യമാണ്. ഇപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഈ ക്രൂയിസ് ഷിപ്പുകളൊന്നും പലപ്പോഴും അത്രത്തോളം സജീവമല്ല. അതിനുള്ള പ്രധാന കാരണം പറയുന്നത് തന്നെ നമുക്കത് അഫോർഡബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. അത്രയധികം എക്സോർബിറ്റൻറ്റ് പ്രൈസസ് ആണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. ബിക്കോസ് അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു അൾട്രാ ലക്ഷൂറിയസ് ട്രിപ്പായിരിക്കും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിതുവരെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും ക്രൂയിസ് ടൂറിസം എന്താണ്? ആ പേര് തന്നെയുണ്ട്. ക്രൂയിസ് ടൂറിസം is a form of traveling for leisure purposes involving an inclusive holiday on a cruise ship of at least 48 hours according to specific itinerary in which the cruise ship calls at several ports or cities. ക്രൂയിസ് ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെയ്ഷർ പർപ്പസിന് വേണ്ടിയാണ്. അതായത് നമുക്ക് നമ്മുടെ വിശ്രമവേളകൾ, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ഷിപ്പ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ഫോർ ടൂറിസം പർപ്പസസ്. അത്രയധികം ആധുനിക സൗകര്യങ്ങളുള്ള ഷിപ്പായിരിക്കും. ആൻഡ് അവരൊരു പർട്ടിക്കുലർ ഇറ്റിനററി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ
കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് 48 hours നമ്മൾ ഷിപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ക്രൂയിസ് ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്രൂയിസ് ടൂറിസം ഈസ് സീൻ ആസ് എ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഇനേബിളർ ഫോർ ദ ടൂറിസം ഇൻഡസ്ട്രി ആസ് എ ഹോൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എസ്പെഷ്യലി നമ്മുടെ 21st സെഞ്ച്വറിയുടെ ഒരു തുടക്കം മുതൽ തന്നെ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഇനേബിളർ ഫോർ ദ ടൂറിസം ഇൻഡസ്ട്രി ആസ് എ ഹോൾ. സോ ടൂറിസം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ക്രൂയിസ് ടൂറിസം വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട്. This has been made possible due to several factors such as rise in standard of living, desires to have new experiences. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ പുതിയ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പുത്തൻ അനുഭവങ്ങൾ കിട്ടാനായിട്ട് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം എല്ലാം ക്രൂയിസ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോളുണ്ട് എന്നാണ് പറയുന്നത്. In early 1990s, cruise tourism was mostly an elite privilege, but since then this phenomenon has constantly increased in popularity. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1990s അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ, അതായത് അത്രയും എലീറ്റ് ക്ലാസ്സിന് മാത്രമായിരുന്നു ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് കാലക്രമേണ ഇപ്പോൾ നമ്മുടെ 21st സെഞ്ച്വറി ആയപ്പോഴേക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ഒരു കൈൻഡ് ഓഫ് ടൂറിസം അല്ല ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്നത്. ജസ്റ്റ് ബിക്കോസ് അത്രയധികം എക്സോർബിറ്റൻറ്റ് പ്രൈസസ് ആണ് ഷിപ്സ് ഓരോ ടൂറിസം പാക്കേജിനും കൊടുക്കുന്നുള്ളതാണ്. At the end of 20th century, cruise travel was popular mostly with wealthy senior holiday makers for whom this has been a symbol of classiness and luxurious lifestyle. So cruise ടൂറിസം എന്ന് പറയുന്നത് ഒരു ലക്ഷറിയുടെ സിമ്പലാണ്, ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പലാണ്, ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിൻ്റെ സിമ്പലാണ്, അത്യാഡംബരത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. With the beginning of this century, cruise market has seen enormous growth in both passenger numbers and destination. സോ ഈ ഒരു 21st സെഞ്ച്വറിയുടെ തുടക്കത്തിൽ തന്നെ ക്രൂയിസ് മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇൻ ബോത്ത് പാസഞ്ചർ നമ്പേഴ്സ്, അതായത് ആളുകൾ കൂടുതൽ ക്രൂയിസ് ടൂറിസം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അതോടൊപ്പം തന്നെ ഈ ക്രൂയിസ് ടൂറിസം കണക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Today, most popular cruise destinations are, on the basis of traffic volume, the Caribbean and the Bahamas, the Mediterranean and the Atlantic islands and Northern Europe. ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ക്രൂയിസ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ട്രാഫിക് വോളിയമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഷിപ്സ് പോകുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് കരീബിയൻ ഐലൻഡ്സ്, ബഹാമാസ്, ദെൻ
മെഡിറ്ററേനിയൻ, അതുപോലെ അറ്റ്ലാന്റിക് ഐലൻഡ്സും ആൻഡ് യൂറോപ്പിൻ്റെ വടക്ക് ഭാഗങ്ങളാണ്, നോർത്തേൺ യൂറോപ്പ്. ഓക്കെ, ക്രൂസ് ഷിപ്സ് ടുഡേ ഓഫർ a world of innovative facilities and services that aim to satisfy the expectations of a growing population of travelers. അപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതിൽ ക്രൂസ് ഷിപ്സ് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോയിങ് ആസ്പിരേഷൻസ് മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഏറ്റവും നൂതനമായിട്ടുള്ള ഫെസിലിറ്റീസാണ് ഇന്ന് ക്രൂസ് ഷിപ്സ് കൊടുക്കുന്നെന്നുള്ളതാണ്. Currently cruise tourism encompasses a variety of amenities and facilities, making sea travel much more comfortable and enjoyable for travelers. ഇപ്പം ക്രൂസ് ടൂറിസം ഒരുപാട് വെറൈറ്റി ഓഫ് അമേനിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്, ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ടു മേക്ക് സീ ട്രാവൽ മച്ച് മോർ കംഫർട്ടബിൾ ആൻഡ് എൻജോയബിൾ ഫോർ ട്രാവലേഴ്സ്. ഈ സീ ട്രാവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടലിലൂടെ യാത്ര, വളരെ കംഫർട്ടബിളായിട്ട് അതുപോലെ വളരെ എൻജോയബിളായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്രൂസ് ടൂറിസം അത്രയധികം സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഓൺ ബോർഡ് ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു അത്യാധുനിക സൗകര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ പലപ്പോഴും യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാം ഷിപ്സിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ തികച്ചും രാജകീയമായിട്ടുള്ള സൗകര്യങ്ങളാണ് ക്രൂസ് ഷിപ്സിൽ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. ഒരു രാജകീയ സൗധത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പല ക്രൂസ് ഷിപ്സും. സോ അവിടെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, അതായത് സീ ട്രാവൽ ഏറ്റവും മികച്ച രീതിയിൽ അനുഭവവേദ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. സാക്ഷാത്കരിക്കുന്നതിൽ ക്രൂസ് ഷിപ്സ് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ബേസിക്കായിട്ട് റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, ഷോപ്സ്, സ്പാ സെൻറ്റർ ആൻഡ് ബ്യൂട്ടി സലൂൺ, ദെൻ ഫിറ്റ്നസ് സെൻറ്റേഴ്സ്, കാസിനോ, സ്വിമ്മിംഗ് പൂൾ, വാട്ടർ സ്ലൈഡ്സ്, ഇൻ്റർനെറ്റ് കഫേ, ലൈബ്രറി, തിയേറ്റർ എന്നുവേണ്ട നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ക്രൂസ് ഷിപ്സിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മേജർ ക്രൂസ് ഷിപ്സ് ഒരുപാടെണ്ണം സർവീസ് നടത്തുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി സിംഫണി ഓഫ് ദ സീ, ഹാർമണി ഓഫ് ദ സീസ്, അല്ലർ ഓഫ് ദ സീസ്, ഒയാസിസ് ഓഫ് ദ സീസ്, സ്പെക്ട്രം ഓഫ് ദ സീസ്. സോ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കുറേ ക്രൂസ് ഷിപ്സിൻ്റെ പേരുകളാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലുള്ളത്. എന്താണ് ക്രൂസ് ടൂറിസം, അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.